നമസ്കാരം. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ വന്ന് ഇവിടുത്തെ മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ പൊന്നാടുകാർ പറയും ഈ സൈക്കിളിൽ വരുന്ന ഞങ്ങളുടെ മൈഡിയർ ആണെന്ന്. ഇന്ന് ഐബൻ മലയാളം പങ്കുവെക്കുന്നത് ഈ സൈക്കിളിന്റെയും മൈഡിയറിന്റെയും വിശേഷങ്ങളാണ്. നഗ്നപാതനായി പഴയൊരു സൈക്കിളിൽ മണിയടിച്ചു വരുന്ന ഹരിദാസ് മണ്ണഞ്ചേരിക്കാർക്ക് മൈഡിയറാണ്. ചെറുപ്പകാലത്ത് കൂട്ടുകാരൻ ചാർത്തിക്കൊടുത്ത മൈഡിയർ എന്ന ഇരട്ടപ്പേര് പിന്നീട് പഞ്ചായത്ത് മെമ്പറായപ്പോഴും നാട്ടുകാർ മറന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛൻ വാങ്ങി തന്നതാണ് ഈ സൈക്കിൾ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വളരെ എൻ്റെ ഒരു ജീവിത പങ്കാളിയെ പോലെ എൻ്റെ കൂടെ കൂട്ടുന്ന ഒരു സാധനമാണ് ഈ സൈക്കിൾ. എനിക്ക് പല സ്ഥലത്തും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സൈക്കിൾ ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് സാമ്പത്തികം കയ്യിലില്ലാത്തപ്പോഴും സാമ്പത്തികം മുടക്കാതെ ഒരു 5 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ ദൂരത്തിലൊരു മരിപ്പോ അത്യാവശ്യം ഉണ്ടായാൽ എനിക്ക് സൈക്കിളിൽ ചവിട്ടി പോകാം. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഞാനൊരു സൈക്കിൾ സഞ്ചാരി ആയിരുന്നത് കൊണ്ട് എനിക്ക് 2 വോട്ട് കൂടുതലേ കിട്ടിയിട്ടുള്ളൂ. വേറൊന്നുമല്ല, ഞാൻ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യാനോ അവരുമായിട്ട് ആശയവിനിമയം നടത്താനോ എനിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റു വാഹനങ്ങളിൽ പോയാൽ ഒരുപക്ഷെ അവർ നമ്മളിൽ നിന്ന് കുറച്ചുകൂടി അകന്ന് നിൽക്കാനേ പറ്റുള്ളൂ. അവരുടെ കുഴപ്പമല്ല, വാഹനം ഇങ്ങനെ ഓടിപ്പോകുന്നു. പക്ഷേ ഈ സൈക്കിളാകുമ്പോൾ നമുക്ക് അവരെ കാണാനും നിർത്താനും ഒക്കെ വളരെ സൗകര്യപ്രദമായിരുന്നു. അതുപോലെ തന്നെ ചെരുപ്പിടാത്തതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുകരിച്ച് ചെരുപ്പിടാതിരുന്നു എന്നുള്ളതാണ്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ഈ മൈഡിയർ മെമ്പറുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ സൈക്കിൾ. കലവൂർ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹരിദാസ് വാങ്ങിയ ഹെർക്കുലീസ് സൈക്കിളിന് ഇന്ന് പ്രായം 50 കഴിഞ്ഞു. കാലപ്പഴക്കത്തിൽ ഉപയോഗശൂന്യമായതിനു പകരം പുതിയത് പിടിപ്പിച്ചെന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ അരനൂറ്റാണ്ട് മുമ്പത്തെ പഴയ സൈക്കിളിന്റെ ഭാഗങ്ങൾ തന്നെ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൂടിയാണ്. ഞാൻ വിവാഹം ചെയ്തിട്ട് 1ാം വിരുന്നിന് പോയത് പോലും എൻ്റെ സഖാവിനെ ഈ പുറകിൽ വെച്ച് ഈ സൈക്കിളിലാണ് ഞാൻ പോയിട്ടുള്ളത്. അത് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം സൈക്കിളിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് കാര്യമായി ഓട്ടോറിക്ഷയോ മറ്റു വാഹനമോ ഒന്നും എടുത്തു പോകാറില്ല. മിക്കവാറും പഞ്ചായത്തിൽ പോകുന്നത് തന്നെ 99% സൈക്കിളിലേ പോകാറുള്ളൂ. സൈക്കിൾ നമ്മളെ ഒരു സന്തത സഹചാരിയായിട്ട് തന്നെ എന്നും തുടരുകയാണ്. കല്യാണശേഷം ഭാര്യ ഗിരിജയുമൊത്ത് സൈക്കിളിൽ ആദ്യ വിരുന്നിന് പോയത് മുതൽ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ ഈ സൈക്കിളിൽ പോയതെല്ലാം ഒരു മറവിയുമില്ലാതെ മൈഡിയർ ഓർത്തെടുക്കുന്നു. ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ ദിവസേന ശരാശരി 15 കിലോമീറ്ററോളം മൈഡിയർ ഹരിദാസ് സൈക്കിൾ ചവിട്ടും. ആരോഗ്യകരമായ ജീവിതത്തിന് ഇത് ഫലപ്രദമായതിനാൽ മൈഡിയറിൽ നിന്ന് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളുമില്ല. കാലിന് ആരോഗ്യമുള്ളിടത്തോളം കാലം സൈക്കിൾ ചവിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചവിട്ടും. എനിക്ക് ഇപ്പോൾ 67 വയസ്സുണ്ട്. ഇതുവരെ കാര്യമായ ഒരു ഗുളിക പോലും ഞാൻ കഴിക്കുന്നില്ല. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള യാതൊരു അസുഖവും എനിക്ക് ഇതുവരെ പിടിപെട്ടിട്ടില്ല. എനിക്ക് തളർച്ചയോ മറ്റു അസുഖങ്ങളോ അല്ലെങ്കിൽ സൈക്കിളിൽ കൂടുതൽ ചവിട്ടി ഒരാളെ ലോഡ് വെച്ച് ചവിട്ടിയെന്നും പറഞ്ഞ് ഒരു ക്ഷീണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ 25 പൈസ സൈക്കിളിന് മണിക്കൂർ വാടക ഉള്ള കാലത്ത് ഞാൻ 1.25 രൂപ വാടക കൊടുത്ത് 7 മണിക്കൂർ നിരന്തരം സൈക്കിൾ ചവിട്ടി നമ്മുടെ അമ്പലപ്പള്ളി താലൂക്കിൻ്റെ പകുതി ഭാഗം സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ ഞാൻ ഷർട്ട് ഉപയോഗിക്കുമ്പോൾ ഈ നീല ഷർട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതെനിക്ക് നീല ഷർട്ടും ഒറ്റമുണ്ടും ഞാനത് പ്രത്യേകമായി ഒരു പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതലേ അങ്ങനെ ശീലിച്ചിട്ടുള്ളതാണ്. ഇന്നും അതങ്ങനെ തന്നെ ശീലിക്കുന്നു. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഇച്ചിരി ലളിതമായി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 10 രൂപ കിട്ടിയാൽ 1 രൂപ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളേക്കാൾ പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കണം. നമുക്ക് സഹജീവികളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു ചിന്താഗതി എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു അടിസ്ഥാനപരമായ ഒരു വായനശാല പ്രവർത്തകനാണ്. അത് ഏതാണ്ട് 78, 22, 25, 47 വർഷമായിട്ടൊരു വായനശാലയുടെ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമെന്ന നിലയിലും അതുപോലെ തന്നെ CPM ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടും പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ
പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. അതിന് 8-9 മാസം കൂടി അതിനുള്ള കാലാവധി ഉണ്ട്. ഹരിദാസിന്റെ ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളെല്ലാം കണ്ട ആ പഴയ ഹെർക്കുലിസ് പൊന്നാടിന്റെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മെമ്പറായ മൈഡിയറിനെ തിരയുന്നവർക്ക് അവസരമേകാൻ, അതിനപ്പുറം ഒരു മനുഷ്യന്റെയും സൈക്കിളിന്റെയും ആത്മബന്ധത്തിന്റെ കഥ പറയാൻ. നഗ്നപാതനായി സൈക്കിളിൽ കയറി മൈഡിയർ മെമ്പറിന്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടരുകയാണ്. ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.